ഷാവ്യാവയ്ക്കും തുഷാൻജിങ്ങിനും ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഷാവ്യാവയെ കാണാനായി സങ്ഷുവാൻ ജിയിലെത്തി. അവളുടെ ജീവൻ ഷാങ്ലു എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് ചോദിക്കുകയാണ് സങ്ഷുവാൻ. അവൻ കൊണ്ടുവന്ന വൈദ്യന്മാർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. അവൾ പറഞ്ഞു, എനിക്ക് ഷാങ്ലുവിന്റെ പ്രാണശക്തി കൊണ്ട് ചെറുതായി ജീവൻ തിരിച്ചു കിട്ടി. പിന്നീട് അവന്റെ ഹൃദയരക്തം കൊണ്ട് എനിക്കവൻ ആയുസ് നീട്ടിത്തന്നു. എന്തായാലും അവന് കൊടുത്ത ഉറപ്പ് ഞാൻ പാലിക്കും, ഇല്ലെങ്കിൽ അവൻ അത് വെച്ച് മുതലെടുക്കും എന്ന് ഇത് കേട്ട് സങ്ഷുവാൻ പറഞ്ഞു. അപ്പോഴാണ് ഷാവ്യാവ അതറിയുന്നത്. എന്നെ രക്ഷിക്കാനായി പകരമായി ഷാങ്ലു എന്താണ് ചോദിച്ചത് എന്നവൾ ചേട്ടനോട് ചോദിച്ചു. ചെൻറോങ് മലകളിലെ ഒരു മല എന്ന് സങ്ഷുവാൻ മറുപടി പറഞ്ഞു. ഷാങ്ലു അവളോടുള്ള കരുതൽ കൊണ്ടാണ് അവളെ രക്ഷിച്ചതെന്നാണ് അവൾ കരുതിയിരുന്നത്. സങ്ഷുവാനിൽ നിന്നും എന്തെങ്കിലും നേടാനായി അവളെ ഉപയോഗിക്കുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഷാവ്യാവ് തിരിച്ചു വന്ന വിവരം അപ്പോഴേക്കും ഷിയാൻ രാജാവും ഹൗളിംഗ് രാജാവും അറിഞ്ഞു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഷാവ്യാവ് തുഷാൻജിങ്ങിന്റെ ചികിത്സയിൽ മുഴുകി. അവൾ അവന് വേണ്ട മരുന്നുകൾ ഉണ്ടാക്കി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തുഷാൻജിങ് കണ്ണു തുറന്നു. ഉണർന്ന ഉടനെ അവൻ ഷാവ്യാവയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആദ്യം മുതൽ തന്നെ നിന്നെ വിവാഹം കഴിച്ച് നിന്നോടൊപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നീ ഹൗളിംഗിന്റെ രാജകുമാരിയാണ്. അതുകൊണ്ട് നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എനിക്ക് തുഷാൻജിങ് എന്ന പേര് വേണമെന്ന് ഞാൻ കരുതി. ആ പേരുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിന്റെ അച്ഛനോട് വന്ന് നിന്നെ വിവാഹം കഴിച്ചു തരണമെന്ന് പറയാൻ കഴിയൂ. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. ഇനി എനിക്ക് തുഷാൻജിങ് എന്ന പേര് വേണ്ട. നമ്മളെ ആരും അംഗീകരിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എനിക്കും അതൊന്നും വേണ്ട. എന്ത് സംഭവിച്ചാലും നീ എന്നോടൊപ്പം നിന്നാൽ മാത്രം മതി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി എന്റെ അമ്മ എന്നെ വിട്ടുപോയി. എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മുത്തശ്ശൻ എന്നെ ജേഡ് പർവ്വതത്തിലേക്ക് അയച്ചു. എന്റെ ജീവൻ അപകടത്തിലാവുമോ എന്ന് പേടിച്ച് എന്റെ അച്ഛൻ എന്നെ ഹാവ്ലിംഗിലേക്ക് തിരിച്ചു കൊണ്ടുപോയില്ല. ചേട്ടൻ എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. 70 വർഷങ്ങൾ ഞാൻ ചേട്ടനായി കാത്തിരുന്നു. പക്ഷേ ചേട്ടനും വന്നില്ല. നീ എന്റെ ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, എനിക്ക് അത് മാത്രം മതി. അടുത്ത ദിവസം തന്നെ അവന്റെ തീരുമാനങ്ങൾ മുത്തശ്ശിയെ അറിയിക്കാനായി തുഷാൻ വീട്ടിലെത്തി. ഷാവ്യാവയെ അവന് ഇഷ്ടമാണെന്ന് അവൻ മുത്തശ്ശിയോട് പറഞ്ഞു. പക്ഷേ മുത്തശ്ശിക്ക് ഈ ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാനൊരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. അടുത്ത ദിവസം തന്നെ മുത്തശ്ശി തുഷാൻജിങ്ങിനെയും തുഷാൻ ഹാവിനെയും വിളിപ്പിച്ചു. ഞാൻ ഇവിടുത്തെ മുതിർന്നവരോടെല്ലാം സംസാരിച്ചു. 3 ദിവസത്തിനു ശേഷം ഞാൻ ജിങ്ങിനെ തുഷാൻ വീടിന്റെ തലവനായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് തുഷാൻജിങ്ങും തുഷാൻ ഹാവും ഞെട്ടി. മുത്തശ്ശി ഇത്രയും പെട്ടെന്ന് ഇതൊന്നും ചെയ്യരുത് എന്ന് 2 പേരും അപേക്ഷിച്ചു. ഇത് കേട്ട് മുത്തശ്ശി പറഞ്ഞു, ഞാൻ ഇതെല്ലാം ചെയ്യുന്നതിന് പിറകിൽ ഒരു കാരണമുണ്ട്. ഇനി ഞാനത് ഒളിച്ചു വെക്കുന്നില്ല. എനിക്കിനി 6 മാസം കൂടിയേ ആയുസുള്ളൂ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വായിൽ നിന്നെല്ലാം രക്തം വന്ന് മുത്തശ്ശി തളർന്നു വീണു. മുത്തശ്ശി വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയും കാലം പിടിച്ചു നിന്നത്. നീ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം നടത്തിക്കൊടുക്കണം എന്ന് തുഷാൻ വീട്ടിലെ മുതിർന്നവർ തുഷാൻജിങ്ങിനോട് പറഞ്ഞു. തുഷാൻജിങ്ങിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അന്ന് രാത്രി തുഷാൻജിങ് ഷാവ്യാവയുടെ അടുത്തെത്തി. ഷാവ്യാവയ്ക്ക് തുഷാൻജിങ്ങിനോടുള്ള സ്നേഹം സങ്ഷുവാൻ കണ്ടതാണല്ലോ. അതുകൊണ്ട് സങ്ഷുവാൻ തന്നെയാണ് അവനെ ഷാവ്യാവയുടെ മുറിയിലെത്തിച്ചത്. അവൻ തുഷാൻ കുടുംബത്തിൽ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും ഷാവ്യാവയോട് പറഞ്ഞു. ഇതേ സമയം തുഷാൻ ഹാവ് അമ്മയുടെ സ്മാരകത്തിന് മുന്നിലിരിക്കുകയാണ്. തുഷാൻജിങ്ങിനെ ഇത്രയും പെട്ടെന്ന് അടുത്ത നേതാവായി പ്രഖ്യാപിക്കുമെന്ന് അവനൊരിക്കലും കരുതിയിരുന്നില്ല. ഓരോ തവണയും അവൻ തുഷാൻജിങ്ങിനെ ഉപദ്രവിക്കുമ്പോഴും സ്വർഗത്തിലിരിക്കുന്ന അമ്മ അത് കണ്ട് വേദനിക്കുന്നുണ്ടാവും എന്നാണ് അവൻ സങ്കല്പിക്കുന്നത്. ജിങ്ങാണ് അടുത്ത തലവൻ. ഇതെല്ലാം കണ്ട് അമ്മ സന്തോഷിക്കുന്നുണ്ടാവുമല്ലേ എന്ന് തുഷാൻ ഹാവ് ചോദിച്ചു. ആ സമയത്താണ് ഈങ് അവിടേക്ക് വരുന്നത്. അവൾ അവനോട് പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞ കാര്യം നിരാശപ്പെടുത്തുന്നത് തന്നെയാണ്. പക്ഷേ നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞ് അവൾ അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. ഈങ് പറഞ്ഞ കാര്യം കേട്ട് തുഷാൻ ഹാവ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കൂ. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം തുഷാൻജിങ് തുഷാൻ കുടുംബത്തിന്റെ തലവനായി. ചടങ്ങിൽ പങ്കെടുക്കാൻ എല്ലാ വലിയ വീടുകളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു. തുഷാൻ കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഷാവ്യാവയും അവിടെ എത്തിയിട്ടുണ്ട്. ചടങ്ങ് കഴിഞ്ഞ് അവിടെ നിറങ്ങുമ്പോഴാണ് ഷാവ്യാവ് മറ്റൊരാളെ അവിടെ കണ്ടത്. ഫങ് ബെയ്, അതായത് ഷാങ്ലിയു. ആ ചടങ്ങ് നടക്കുന്ന അത്രയും സമയം ഷാവ്യാവ് തുഷാൻജിങ്ങിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഷാങ്ലിയു അത് കണ്ടിരുന്നു. ഇപ്പോഴും ഷാവ്യാവയ്ക്ക് തുഷാൻജിങ്ങിനെയാണ് ഇഷ്ടമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ വേദന അവന്റെ മുഖത്തുണ്ട്. രാജകുമാരി, എന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരുന്നു എന്നവൻ ഷാവ്യാവോട് ചോദിച്ചു. അവൻ അവളെ കൊണ്ടുപോയത് ആ പഴയ ചൂതാട്ട കേന്ദ്രത്തിലേക്കാണ്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഷാവ്യാവ് അവിടേക്ക് തിരിച്ചെത്തുന്നത്. അവിടെ ഇന്നും ഒരു മല്ലയുദ്ധം നടക്കുന്നുണ്ട്. ഇന്നും അവർ പണ്ട് വന്നപ്പോൾ കണ്ട അതേ അടിമയാണ് മല്ലയുദ്ധം ചെയ്യാൻ നിൽക്കുന്നത്. കഴിഞ്ഞ 40 വർഷങ്ങളായി അവൻ എല്ലാ മല്ലയുദ്ധങ്ങളിലും ജയിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിലും കൂടെ ജയിച്ചാൽ അവൻ സ്വതന്ത്ര
സ്വതന്ത്രനാവും എന്ന് ഷാങ്ലി ഷാവ്യാവോട് പറഞ്ഞു. പക്ഷേ അന്നത്തെ യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ആ അടിമ അവന്റെ എതിരാളിയോടൊപ്പം വീണുപോയി. അവനോട് എഴുന്നേൽക്കാൻ ഷാവ്യാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കേട്ട് അവസാനം ആ അടിമ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ അവൻ ആ മല്ലയുദ്ധത്തിലും ജയിച്ചു. ഷാവ്യാവേക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. നീ കണ്ടില്ലേ, അവൻ ജയിച്ചു, അവൻ സ്വതന്ത്രനായി എന്ന് പറഞ്ഞ് അവൾ ഷാങ്ലുവിനെ കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് ഷാങ്ലു ഷാവ്യാവയും അവിടുന്ന് തിരിച്ചിറങ്ങി. ആ സമയത്ത് ആ അടിമ അവരെ കാണാനെത്തി. അന്ന് കണ്ടതിനു ശേഷം ആ അടിമ പങ്കെടുക്കുന്ന ഓരോ മല്ലയുദ്ധത്തിനും ഷാങ്ലു പോവാറുണ്ടായിരുന്നു. ഷാങ്ലുവിനെ കാണുമ്പോഴെല്ലാം ആ അടിമ പണ്ട് ഷാങ്ലു അവനോട് പറഞ്ഞ കാര്യം ഓർക്കും. അതാണ് ഓരോ തവണയും മല്ലയുദ്ധത്തിൽ ജയിക്കാൻ അവന് പ്രേരണയായത്. ആദ്യത്തെ തവണ വന്നപ്പോൾ ഷാവ്യാവയെ കണ്ടതും അവന് ഓർമ്മയുണ്ട്. ഷാവ്യാവ് ആ അടിമ ജയിക്കുമെന്ന് ബെറ്റ് വെച്ചിരുന്നു. അതുകൊണ്ട് അവൾക്ക് കുറെ പണവും കിട്ടിയിരുന്നു. ആ പണം അവൾ ആ അടിമയ്ക്ക് കൊടുത്തു. നിന്റെ പേരെന്താണ് എന്ന് ഷാവ്യാവ് അവനോട് ചോദിച്ചു. എനിക്ക് പേരില്ല എന്നവൻ പറഞ്ഞു. ശരി, ഇന്നു മുതൽ നിന്റെ പേര് സുവോ എന്നാണ്. നിനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നീ ചെൻറോങ് മലയിലേക്ക് വരണം. അവിടെ വന്ന് നീ സങ്ഷുവാനെ അന്വേഷിക്കണം. സങ്ഷുവാൻ നിനക്കൊരു ജോലി തരും. എന്റെ പേര് ഷാവ്യാവോ, നീ ഇതെല്ലാം ഓർക്കുമോ എന്നവൾ ചോദിച്ചു. ചെൻറോങ് മല, ഷാവ്യാവോ, സങ്ഷുവാൻ, ഞാൻ ഓർക്കും എന്നവൻ പറഞ്ഞു. എന്നിട്ട് സന്തോഷത്തോടെ അവൻ അവിടെ നിന്നും പോയി. അത് കഴിഞ്ഞ് ഷാവ്യാവോ ഷാങ്ലിനോട് പറഞ്ഞു, പണ്ട് ചൂതാട്ട കേന്ദ്രത്തിൽ നിന്നും നിന്നെ രക്ഷിച്ചത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഇന്നുള്ള കടപ്പാടോ ഉത്തരവാദിത്തങ്ങളോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഷാങ്ലുവിന് എപ്പോഴും കടപ്പാട് ചെൻറോങ് സൈന്യത്തിനോടാണല്ലോ. അതാണ് അവൾ പറയുന്നത്. അത് കേട്ട് പെട്ടെന്ന് അവന്റെ മുഖം മാറി. അവന്റെ ഉള്ളിലെ ഭൂതം പുറത്തു വരാൻ തുടങ്ങി. ആ സമയത്ത് അവരുടെ ഇടയിൽ തുഷാൻജിങ് വന്നു നിന്നു. ഷാങ്ലു തുഷാൻജിങ്ങിനെയും ഉപദ്രവിക്കുമോ എന്ന് പേടിച്ച് ഷാവ്യാവ് തുഷാൻജിങ്ങിനെയും വലിച്ച് അവിടെ നിന്നും ഓടി. ഇതേസമയം തുഷാൻജിങ്ങിന് ഷാവ്യാവെയാണ് ഇഷ്ടമെന്ന വിവരം ഷിയാനിലെ സങ്ഷുവാന്റെ ചെറിയച്ഛന്മാരും അറിഞ്ഞു. ഇപ്പോൾ തന്നെ ചീഷെ ഫംഗ്ലോങ് സങ്ഷുവാന് പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. ഷാവ്യാവയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തുഷാൻജിങ്ങും സങ്ഷുവാന്റെ ഭാഗത്താവും. ഇങ്ങനെ പോയാൽ സമതല പ്രദേശങ്ങളിലെ എല്ലാവരും തുഷാൻജിങ്ങിനെ പിന്തുണച്ചു തുടങ്ങും. 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരിതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. സങ്ഷുവാൻ ഉയർന്നു വരികയാണെങ്കിൽ അവനെ വീഴ്ത്താനുള്ള പദ്ധതികളെല്ലാം അവർ അന്നേ മെനഞ്ഞിരുന്നു. അത് നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ചു. ഇതേസമയം തുഷാൻജിങ് ചെൻറോങ് മാളികയിലെത്തി. അപ്പോഴേക്കും ഷിന്നിയും ഫംഗ്ലോങ്ങും തുഷാൻജിങ്ങിന് ഷാവ്യാവെ ഇഷ്ടമാണെന്ന കാര്യം അറിഞ്ഞിരുന്നു. തുഷാൻജിങ് അവിടെ എത്തിയ ഉടനെ അവനും ഫംഗ്ലോങ്ങും ഇത് പറഞ്ഞ് അടിയായി. അവിടെയുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവർ പരസ്പരം വലിച്ചെറിഞ്ഞു. അവസാനം രണ്ടുപേരും ക്ഷീണിച്ചു. വളരെ ചെറുപ്പം മുതൽ തന്നെ അവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കൾ എന്നതിനുപരി സഹോദരന്മാരെ പോലെയായിരുന്നു അവർ. തുഷാൻജിങ്ങിന് ഷാവ്യാവെയാണ് ഇഷ്ടമെങ്കിൽ ഫംഗ്ലോങ് അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നു. കാരണം ഷാവ്യാവയ്ക്കും തുഷാൻജിങ്ങിനെയാണല്ലോ ഇഷ്ടം. അടുത്ത ദിവസം എല്ലാവരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് സങ്ഷുവാനെ കാണാൻ ഒരാളെത്തി. ലീറോങ് ചെങ് എന്നാണ് അവന്റെ പേര്. പേര് പറയുന്നത് പോലെ തന്നെ ലീറോങ് കുടുംബത്തിൽ നിന്നുള്ളവനാണവൻ. അവരെ എപ്പോഴും മറ്റ് വലിയ കുടുംബങ്ങൾ അടിച്ചമർത്തുകയാണ്. അവരെ ഉയർന്നു വരാൻ മറ്റുള്ളവർ സമ്മതിക്കാറേയില്ല. ലീറോങ് കുടുംബത്തിന്റെ ബിസിനസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സങ്ഷുവാന്റെ സഹായം വേണം. അതിനാണ് ലീറോങ് ചാങ് വന്നിരിക്കുന്നത്. പകരമായി സങ്ഷുവാന് രാജാവാൻ ലീറോങ് കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കും. ഇത് കേട്ട് സങ്ഷുവാന് സന്തോഷമായി. എത്രയും പേരുടെ പിന്തുണ കിട്ടുന്നുവോ അത്രയും നല്ലതാണല്ലോ. അവൻ ലീറോങ് ചാങ്ങിന്റെ അപേക്ഷ സ്വീകരിച്ചു. അടുത്ത ദിവസം ഷാവ്യാവ് ഹാവ്ലിംഗ് രാജാവിനെ കാണാനെത്തി. അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിനു ശേഷം അച്ഛനെ കാണാൻ പോയിട്ടില്ലല്ലോ. ഇതേ സമയം തുഷാൻ ഹാവും ഈയിങ്ങും തുഷാൻജിങ്ങും ഷാവ്യാവും തമ്മിൽ പ്രണയത്തിലാണെന്ന വിവരമറിഞ്ഞു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഷാവ്യാവയും ചീച്ചനും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കാനായി സങ്ഷുവാൻ ചീഷോ ഷിയാനെ ഏൽപ്പിച്ചിരുന്നു. അവൾ വിവരങ്ങളെല്ലാം ശേഖരിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്. ബെയ്ലി എന്നൊരിടത്ത് ചീച്ചൻ എന്നൊരു ഗ്രാമമുണ്ട്. അവിടെയാണ് ചെൻറോങ്ങിന്റെ ചീച്ചൻ ഭാര്യയോടൊപ്പം കഴിഞ്ഞിരുന്നത്. ചീച്ചന്റെ ഭാര്യയെക്കുറിച്ച് ആ ഗ്രാമത്തിലുള്ളവർക്ക് അധികം അറിയില്ല. പക്ഷേ ഷീലിംഗ് മന്ത്രവാദിനി എന്നാണ് ഗ്രാമവാസികൾ അവരെ വിളിച്ചിരുന്നത്. അത് കേട്ട് ചീച്ചൻ തന്നെയാണോ ഷാവ്യാവയുടെ അച്ഛൻ എന്ന സംശയം സങ്ഷുവാന് ബലപ്പെട്ടു. കാരണം ഷാവ്യാവയുടെ അമ്മയുടെ പേര് ഷീലിംഗ് ഹെങ് എന്നാണല്ലോ. ഈ സമയത്തെല്ലാം ചെൻറോങ് മലയിലെ കൊട്ടാരങ്ങളുടെ പുനർനിർമ്മാണം സജീവമായി നടക്കുന്നുണ്ട്. സങ്ഷുവാനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവിടേക്കൊരു ദിവസം ആരും കാണാതെ ഒരാൾ വന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തൂണിൽ അവൻ എന്തോ ചെയ്തു. ഇതേ സമയം തുഷാൻ വീട്ടിൽ തിരിച്ചെത്തി. ആ സമയം ഈങ് അവന്റെ അടുത്തെത്തി. അവർ തമ്മിലുള്ള വിവാഹത്തിൽ നിന്നും തുഷാൻജിങ് പിന്മാറുകയാണോ എന്നവൾ അവനോട് ചോദിച്ചു. ഞാൻ നിന്നോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് തുഷാൻജിങ് അവളോട് പറഞ്ഞു. ഞാൻ എത്രയോ വർഷങ്ങളായി ഈ തുഷാൻ കുടുംബത്തെ സേവിക്കുന്നു.
പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാം എന്ന് ഈങ് അവനോട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ തുഷാൻജിങ്ങിനെ തേടിയെത്തിയത് ഒരു മോശം വാർത്തയാണ്. ഫങ്ഫങ് ഈങ് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഉടനെ തുഷാൻജിങ്ങും അവന്റെ മുത്തശ്ശിയും ഫങ്ഫങ് ഈങ്ങിന്റെ മുറിയിലെത്തി. ഈങ്ങിന് വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ച് വിശ്രമം ആവശ്യമാണ്, അത്രയേ ഉള്ളൂ എന്ന് സേവക അവരെ അറിയിച്ചു. ഇതെല്ലാം കണ്ട് തുഷാൻജിങ്ങിന്റെ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു. ഇത്രയും കാലം എന്നോടൊപ്പം നിന്നത് ഇവളാണ്, അതുകൊണ്ട് ഇവൾ സുഖം പ്രാപിച്ചു വരുന്നത് വരെ നീ ഇവളെ നോക്കണം. അങ്ങനെയെങ്കിലും നീ ചെയ്തതിന് ഒരു പശ്ചാത്താപമാവട്ടെ. അങ്ങനെ അന്ന് രാത്രി മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് ഫങ്ഫങ് ഈങ്ങിന് എന്താവശ്യം വന്നാലും ചെയ്തു കൊടുക്കാൻ തയ്യാറായി അവളുടെ മുന്നിലിരിക്കുകയായിരുന്നു തുഷാൻജിങ്. ആ സമയത്ത് അവന്റെ മുത്തശ്ശി അവർക്ക് രണ്ടുപേർക്കും കഴിക്കാനായി സൂപ്പുമായി വന്നു. മുത്തശ്ശി കൊടുത്ത സൂപ്പ് തുഷാൻജിങ് കഴിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. സംഷുവാൻ പണികഴിപ്പിച്ച ചെൻറോങ് മലയിലെ ദാമിങ് കൊട്ടാരത്തിന്റെ ഉദ്ഘാടന ദിവസമെത്തി. ചടങ്ങുകൾ തുടങ്ങിയതിന്റെ തൊട്ടുപിറകെ ദാമിങ് കൊട്ടാരം തകർന്നു വീണു. അത് സംഷുവാന് വലിയൊരടിയായി. ഷാവ്യാവയെ കൊല്ലാനായി മൂഫേക്ക് കൂട്ടുനിന്നിരുന്ന ഫാനും ചെങ്ങും കുടുംബങ്ങളിലെ അംഗങ്ങളെ സംഷുവാൻ വകവരുത്തിയിരുന്നു. അവരീ അവസരം മുതലെടുത്തു. സംഷുവാൻ പണം തിരിമറി നടത്തിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചു. ഇതറിഞ്ഞ് ഷിയാൻ രാജാവ് സംഷുവാന്റെ ചെറിയച്ഛൻ ദേയാന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകളെ ഇത് അന്വേഷിക്കാനായി ചെൻറോങ് മലയിലേക്ക് അയച്ചു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഷാവ്യാവയെ കാണാൻ ഒരു പെൺകുട്ടി എത്തി. അത് ജിൻത്യൻ ഷിങ്ചൻ ആണ്. പണ്ട് ഷാങ്ലു ഒരു അമ്പും വില്ലും ഉണ്ടാക്കാൻ ഏൽപ്പിച്ചത് ഇതേ ജിൻത്യൻ ഷിങ്ചനെയാണ്. ഷാവ്യാവയ്ക്ക് ഒരു അമ്പും വില്ലും ആവശ്യമുണ്ടെന്ന് ഹാവ്ലിംഗ് രാജാവ് അവളെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഷിങ്ചൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അവളാണല്ലോ അവിടുത്തെ ഏറ്റവും നല്ല ആയുധ നിർമ്മാണ വിദഗ്ധ. ഷാവ്യാവയ്ക്ക് ആത്മീയ ശക്തി കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അമ്പും വില്ലും വേണം. എന്റെ കയ്യിൽ ഒരു അമ്പും വില്ലുമുണ്ട്. വളരെ വിരളമായ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണത്. പക്ഷേ അത് ഉണ്ടാക്കാൻ ഏൽപ്പിച്ച ആൾക്ക് ഇപ്പോഴത് വേണ്ട. ഇതാണ് ആ അമ്പും വില്ലും എന്ന് പറഞ്ഞ് ഷിങ്ചൻ ഷാവ്യാവയെ ഒരു അമ്പും വില്ലും കാണിച്ചു. ഷാവ്യാവയ്ക്ക് അത് ഇഷ്ടമായി. യഥാർത്ഥത്തിൽ ഷാങ്ലു പണ്ട് ഉണ്ടാക്കാൻ ഏൽപ്പിച്ച അതേ അമ്പും വില്ലും തന്നെയായിരുന്നു അത്. പക്ഷേ ഷാവ്യാവയ്ക്ക് അതൊന്നും അറിയില്ല. ഈ അമ്പിനും വില്ലിനും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിന് ശക്തി കൊടുക്കണം. അതിന് 9 തലകളുള്ള ഭൂതത്തിന്റെ രക്തം വേണം എന്ന് ഷിങ്ചൻ ഷാവ്യാവോട് പറഞ്ഞു. അത് കുഴപ്പമില്ല, അത് ഞാൻ സംഘടിപ്പിക്കാം എന്ന് അത് കേട്ട് ഷാവ്യാവ് പറഞ്ഞു. അങ്ങനെ ആ അമ്പും വില്ലും ഷാവ്യാവ് സ്വന്തമാക്കി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. യൂജിയാങ് സംഷുവാനെ കാണാനെത്തി. സംഷുവാൻ ദാമിങ് കൊട്ടാരം തകർന്നതിന്റെ കാരണം അന്വേഷിക്കാൻ യൂജിയാങ്ങിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. യൂജിയാങ് ഇപ്പോൾ സംഷുവാന്റെ കൂട്ടത്തിൽ ചേർന്നിരിക്കുകയാണ്. ദാമിങ് കൊട്ടാരത്തിന്റെ തൂണുകൾ നല്ല ശക്തിയുള്ള മരം കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷേ ആ തൂണുകൾ ഇപ്പോൾ ഉറുമ്പരിച്ചിരിക്കുകയാണ്. ആരോ ഈ മരത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ഉറുമ്പുകളെ അവിടെ കൊണ്ടുചെന്നിട്ടിട്ടുണ്ട്. ഈ തൂണുകൾ ഉണ്ടാക്കിയ ആശാരിയെ ഞാൻ അന്വേഷിച്ചു ചെന്നു. പക്ഷേ ആ ആശാരി ആത്മഹത്യ ചെയ്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്ന് യൂജിയാങ് പറഞ്ഞു. ഈ സംഭവത്തിനെല്ലാമുള്ള ഒരേയൊരു ദൃക്സാക്ഷിയും ഇല്ലാതെയായി എന്ന് സംഷുവാൻ തിരിച്ചറിഞ്ഞു. ഈ സമയം ഷാവ്യാവയും ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു. ആ ദിവസങ്ങളിലെല്ലാം അവൾ തുഷാൻജിങ്ങിന്റെ മുത്തശ്ശിയുടെ അസുഖത്തിനുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു. ദാമിങ് കൊട്ടാരം വീണതും അതറിഞ്ഞ് ഷിയാൻ രാജാവ് സംഷുവാനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടതുമെല്ലാം അറിഞ്ഞ് അവൾ ചെൻറോങ് മലയിലേക്ക് പുറപ്പെട്ടു. ഇതെല്ലാം അറിഞ്ഞ് നിയാനും അവളുടെ കൂടെ പുറപ്പെട്ടു. ചെൻറോങ് മലയിലെത്തിയതും ഷാവ്യാവ് നേരെ ഷാങ്ലുവിനെ കാണാനെത്തി. അവളുടെ അമ്പും വില്ലും അവൾക്ക് ഏറ്റവും ആവശ്യമായ സമയമാണിത്. സംഷുവാനെ സംരക്ഷിക്കണമെങ്കിൽ അവൾക്ക് അമ്പും വില്ലും ആവശ്യമാണ്. ഷാവ്യാവ് അവളുടെ ആവശ്യം അറിയിച്ചു. അത് കേട്ടതും ഷാങ്ലു അവൾക്ക് അവന്റെ രക്തം നൽകി. ആ രക്തം ഉപയോഗിച്ച് അവളുടെ അമ്പിനെ ഷാവ്യാവയുടെ കയ്യിലെ ഒരു ചെറിയ അടയാളമാക്കി മാറ്റി. ഇനി ഷാവ്യാവ് ആഗ്രഹിക്കുമ്പോഴെല്ലാം പഴയ രൂപത്തിൽ തന്നെ അതിനെ ഉപയോഗിക്കാൻ കഴിയും. അതിന്റെ അമ്പിൽ വിഷം പുരട്ടി ഉപയോഗിക്കാനാണ് അവളുടെ തീരുമാനം. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഷാവ്യാവ് തുഷാൻ വീട്ടിലെത്തി. തുഷാൻജിങ്ങിന്റെ മുത്തശ്ശിക്കുള്ള മരുന്നുമായാണ് അവൾ അവിടെ എത്തിയിരിക്കുന്നത്. കുറെ ദിവസങ്ങളെടുത്താണ് അവൾ ആ മരുന്നുണ്ടാക്കിയിട്ടുള്ളത്. അത്രയും കഷ്ടപ്പെട്ട് ആ മരുന്നുണ്ടാക്കിയതിന് പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് സംഷുവാൻ ഇപ്പോൾ തുഷാൻ കുടുംബത്തിന്റെ പിന്തുണ ആവശ്യമാണ്. രണ്ടാമത്തേത് തുഷാൻജിങ്ങിന്റെ മുത്തശ്ശിയുടെ പ്രീതി പിടിച്ചു പറ്റണം. എന്നാലേ ഷാവ്യാവും തുഷാൻജിങ്ങും തമ്മിലുള്ള വിവാഹത്തിന് മുത്തശ്ശി സമ്മതിക്കൂ. ഷാവ്യാവ് മുത്തശ്ശിക്ക് മരുന്ന് നൽകി. മുത്തശ്ശിക്ക് നല്ല ആശ്വാസമുണ്ടായി. ഇത് കണ്ട് ഈങ്ങിന് സഹിക്കാനായില്ല. അവൾ തലകറങ്ങി വീഴാൻ പോകുന്നത് പോലെ അഭിനയിച്ചു. ഇതെല്ലാം കണ്ട് ഈങ്ങിനെ പരിശോധിക്കാൻ തുഷാൻജിങ്ങിന്റെ മുത്തശ്ശി ഷാവ്യാവോട് അഭ്യർത്ഥിച്ചു. അത് കേട്ട് ഷാവ്യാവ് അവളെ പരിശോധിച്ചു. എന്നിട്ട് അവൾ എല്ലാവരോടുമായി പറഞ്ഞു, ഫങ്ഫങ് ഈങ് ഗർഭിണിയാണ്.
അത് കേട്ട് തുഷാൻജിങ് ഞെട്ടി. ഉടനെ ഈയിങ് മുത്തശ്ശിയുടെ കാൽക്കൽ വീണു. ഇതെല്ലാം എന്റെ തെറ്റാണ്, മുത്തശ്ശി ജിങ്ങിനെ പഴി പറയരുത് എന്നവൾ അഭ്യർത്ഥിച്ചു. ഈയിങ് തുഷാൻജിങ്ങിന്റെ പേര് പറയുന്നത് കേട്ട് ഷാവ്യാവ് അവന്റെ മുഖത്ത് തന്നെ നോക്കി നിന്നു. പക്ഷേ തുഷാൻജിങ് ഒന്നും പറയാതെ തല കൊനിച്ചു നിൽക്കുകയാണ്. തുഷാൻജിങ്ങിനും ഈയിങ്ങിനും കുഞ്ഞുണ്ടാവാൻ പോവുകയാണെന്നറിഞ്ഞ് തുഷാൻജിങ്ങിന്റെ മുത്തശ്ശിക്ക് വളരെ സന്തോഷമായി. ഇതെല്ലാം കണ്ട് ഒന്നും പറയാതെ ഷാവ്യാവ് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. തുഷാൻജിങ്ങും അവളുടെ പിറകെ പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, 3 മാസങ്ങൾക്ക് മുമ്പ് ഫങ്ഫങ്ങിയും ഒരു ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചു. മുത്തശ്ശി എന്നോട് അവൾക്ക് കാവലിരിക്കാൻ പറഞ്ഞു. അന്ന് രാത്രി മുത്തശ്ശി എനിക്ക് കുടിക്കാൻ സൂപ്പ് കൊണ്ടു തന്നു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോൾ ഞാൻ ഈയിങ്ങിന്റെ കിടക്കയിൽ അവളോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. ഷാവ്യാവ് എന്നോട് ക്ഷമിക്കണം എന്നവൻ പറഞ്ഞു. തുഷാൻജിങ്ങിന്റെ മുത്തശ്ശി തന്നെയാണ് ഇതിനെല്ലാം പിറകിൽ എന്ന് ഷാവ്യാവയ്ക്ക് മനസ്സിലായി. പക്ഷേ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവൾ അവനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ നീയും ഞാനും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞ് മുമ്പ് തുഷാൻജിങ് അവൾക്ക് കൊടുത്ത സമ്മാനം അവൾ അവന് തിരിച്ചു കൊടുത്തു. തിരിച്ച് വീട്ടിലെത്തിയ ഷാവ്യാവ് തളർന്നു വീണു. പിന്നീടുള്ള ദിവസങ്ങളിൽ സങ്ഷുവാൻ ഷാവ്യാവയെ പരിചരിച്ചു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് തുഷാൻജിങ്ങിന്റെ വിവാഹത്തിനുള്ള ക്ഷണക്കത്ത് സങ്ഷുവാന് ലഭിച്ചു. പക്ഷേ ആ വിവാഹത്തിന് പോവേണ്ട എന്നാണ് സങ്ഷുവാൻ തീരുമാനിച്ചത്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. സങ്ഷുവാന്റെ ചെറിയച്ഛൻ ദേയാനിന്റെ മകൻ ഏലിയ കുറച്ച് സൈനികരെയും കൊണ്ട് ചെൻറോങ് മലയിലെത്തി. സങ്ഷുവാൻ സൂക്ഷിച്ചിരുന്ന കണക്ക് പുസ്തകങ്ങളെല്ലാം അവർ പരിശോധിച്ചു. പക്ഷേ അതിൽ തിരിമറി നടന്നതായൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഏലിയാങ്ങിന് മറ്റൊരു വിവരം കൂടി കിട്ടിയിരുന്നു. ചെൻറോങ് മലയിൽ സങ്ഷുവാൻ ഒരു രഹസ്യ സൈന്യത്തെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അത് പരിശോധിക്കാനായി ഏലിയാങ്ങും സംഘവും ചെൻറോങ് മലയിലെ ഒരു ശ്മശാനത്തിലെത്തി. എന്നാൽ അവിടെ ഊർജ വലയം കൊണ്ട് എന്തോ മറച്ചു വച്ചിരിക്കുന്നതാണ് അവർ കണ്ടത്. അപ്പോഴേക്കും സങ്ഷുവാനും ഫങ്ലോങ്ങും മറ്റ് വലിയ കുടുംബങ്ങളിലെ അംഗങ്ങളുമെല്ലാം അവിടെ എത്തി. ഏലിയാങ്ങിന്റെ ആളുകൾ ആ ഊർജ വലയത്തെ തകർത്തു. നോക്കിയപ്പോൾ അതിനു പിറകിൽ ഒരു വലിയ ശവകുടീരമുണ്ട്. എല്ലാവരും അതിനകത്തേക്ക് കടന്നു. എന്നാൽ അവിടെ ചെൻറോങ് കുടുംബത്തിലെ മുൻ തലവന്മാരുടെ സ്മാരകങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫങ്ലോങ് മുന്നോട്ട് വന്ന് പറഞ്ഞു, എന്റെ മുത്തശ്ശൻ യുദ്ധത്തിലാണ് മരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് വലിയ വിഷമമുണ്ടാക്കി. അതുകൊണ്ട് ആരും അറിയാതെ ഞാൻ അദ്ദേഹത്തിനായി ഇവിടെ ഒരു ശവകുടീരമുണ്ടാക്കി. ഇത് കേട്ട് ഫങ്ലോങ്ങിന്റെ അച്ഛൻ ചെൻറോങ് എല്ലാവരോടുമായി പറഞ്ഞു, എന്റെ മകൻ ആരും അറിയാതെ ഇവിടെ ഒരു ശവകുടീരം പണിതു. അതിന് രാജാവ് എന്ത് ശിക്ഷ നൽകിയാലും അവൻ സ്വീകരിക്കും. പക്ഷേ ഏലിയ, നീ ഇവിടെ അതിക്രമിച്ച് കയറിയതിന് എന്ത് വിശദീകരണമാണ് തരാനുള്ളത്? അതിന് മറുപടിയൊന്നും പറയാതെ ദേഷ്യത്തിൽ ഏലിയാങ് അവിടെ നിന്നും പോയി. അവൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. സങ്ഷുവാനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നൊരു ദിവസം ഷിന്യെ അവളുടെ ചേട്ടനെ അറിയിച്ചു. ദാമിങ് കൊട്ടാരം വീഴുന്ന സമയത്ത് സങ്ഷുവാനോടൊപ്പം അവിടെ ഷിന്യയും ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് സങ്ഷുവാനെതിരെ ഷിയാൻ രാജാവ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അവൾ അറിഞ്ഞു. സങ്ഷുവാന്റെ കുറ്റം തെളിഞ്ഞാൽ അവൻ ചെൻറോങ് മലയിൽ നിന്നും ഷിയാനിലേക്ക് തിരിച്ചു പോവേണ്ടി വരും. ഷിന്നി അവളുടെ ചെറുപ്പകാലം മുഴുവൻ ഒരു തടവുകാരിയെ പോലെ കഴിഞ്ഞ സ്ഥലമാണ് ഷിയാൻ. അവൾക്ക് തിരിച്ച് ഷിയാനിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഭയമാണ്. അതുകൊണ്ടാണ് അവൾ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നത്. ദാമിങ് മല വീണതിനു ശേഷം ഷിന്യെ അവനോടൊരു അകലം പാലിക്കുന്നുണ്ടെന്ന് സങ്ഷുവാനും മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫങ്ലോങ് വന്ന് ഷിന്യെ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ അവന് വലിയ അത്ഭുതമൊന്നുമില്ലായിരുന്നു. അവനും വിവാഹത്തിൽ നിന്നും പിന്മാറാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം നിർദ്ദേശിക്കട്ടെ എന്ന് ഫങ്ലോങ് സങ്ഷുവാനോട് ചോദിച്ചു. അത് കഴിഞ്ഞ് സങ്ഷുവാൻ വീട്ടിൽ തിരിച്ചെത്തി. ഷ്യാവ്യാവയെയും നിയാനെയും വിളിപ്പിച്ചു. ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന് സങ്ഷുവാൻ അവരോട് പറഞ്ഞു. ഇത് കേട്ട് നിയാന് വല്ലാത്ത വിഷമമായി. ചേട്ടൻ ഷിന്യെയാണോ വിവാഹം കഴിക്കുന്നത് എന്നവൾ ചോദിച്ചു. അല്ല, ഞാൻ ഷെൻ കുടുംബത്തിലെ ഷെൻ ഷൂഹയെയാണ് വിവാഹം കഴിക്കുന്നത്. ഇവിടുത്തെ 6 വലിയ കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തരാണ് ഷെൻ കുടുംബം. ഇത് കേട്ട് സങ്കടം സഹിക്കാൻ കഴിയാതെ നിയാൻ മുറിവിട്ടു പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഷിയാൻ രാജാവിൽ നിന്നും ഒരു ഉത്തരവ് വന്നു. എല്ലാ വലിയ കുടുംബങ്ങളിലെയും തലവന്മാർ ഒത്തുകൂടിയ ഒരു മീറ്റിംഗിലാണ് ആ ഉത്തരവ് വായിച്ചത്. സങ്ഷുവാന്റെ അശ്രദ്ധയാണ് ദാമിങ് കൊട്ടാരം വീഴാൻ കാരണം. എന്നാൽ സങ്ഷുവാന് അതിൽ പശ്ചാത്താപമുണ്ടെന്ന് അറിയിച്ചതുകൊണ്ട് ദാമിങ് കൊട്ടാരം പുനർനിർമ്മിക്കാൻ വീണ്ടും സങ്ഷുവാന് ഒരവസരം കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ ഉണ്ടായാൽ സങ്ഷുവാൻ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും. ഷെൻ ഷുഹയുമായുള്ള സങ്ഷുവാന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഷെൻ കുടുംബം സങ്ഷുവാനെ പിന്തുണച്ചു.
തീരുമാനിച്ചു. അതുകൊണ്ടാണ് സംശുവാന് ഇങ്ങനെ അനുകൂലമായ ഒരു ഉത്തരവ് ലഭിച്ചത്. ഇങ്ങനെയൊരു ഉത്തരവ് ഏലിയാങ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ്. ഏലിയാങ് ചെൻറോങ് കുടുംബത്തിന്റെ ശവകുടീരത്തിലേക്ക് അതിക്രമിച്ചു കയറിയതിന് അവനും ഒരു ശിക്ഷയുണ്ട്. ചെൻറോങ് കുടുംബത്തലവൻ ചെൻറോങ് ഈയോട് ഏലിയാങ് മാപ്പ് പറയണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഷിയാനിലേക്ക് തിരിച്ചു വരണം. ഇതനുസരിച്ച് ഏലിയാങ് അവരോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് ഷിയാനിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ സംശുവാന്റെ വിവാഹ ദിവസമെത്തി. സംശുവാനും ഷെൻ ഷൂഹയും വിവാഹിതരായി. ആ വിവാഹത്തോടുകൂടെ സംശുവാനെ കൂടുതൽ കുടുംബങ്ങൾ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ തുഷാൻജിങ്ങും ഷാങ്ലിയും എത്തിയിട്ടുണ്ട്. തുഷാൻജിങ്ങിന്റെ മുടിയിലൊക്കെ നര വന്നു തുടങ്ങിയിരുന്നു. തുഷാൻജിങ്ങിനെ കണ്ടതും ഷാവ്യാവയ്ക്ക് ഹൃദയവേദന അനുഭവപ്പെടാൻ തുടങ്ങി. ആ വേദന ഷാങ്ലിയുവിനും അറിയാൻ കഴിയുന്നുണ്ട്. ഷാങ്ലിയു അവളോട് പറഞ്ഞു, ഇവിടെ നിന്നിട്ട് നിനക്ക് സങ്കടമല്ലേ വരുന്നത്? എന്റെ കൂടെ വാ, നമുക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഷാങ്ലിയും ഷാവ്യാവയും ഷാങ്ലിയുടെ പക്ഷിയുടെ മുകളിൽ കയറി നദിയുടെ മുകളിലൂടെ യാത്ര തുടങ്ങി. പെട്ടെന്ന് ഷാങ്ലി ഷാവ്യാവയും കൊണ്ട് നദിയിലേക്ക് ചാടി. നോക്കിയപ്പോൾ ഷാവ്യാവയ്ക്ക് വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ഷാങ്ലിയുവിന്റെ ജീവനാണല്ലോ ഇപ്പോൾ ഷാവ്യാവയുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് അവനുള്ള കഴിവുകളെല്ലാം അവൾക്കും കിട്ടിയതാണ്. തിരിച്ചു കരയിലെത്തിയതിനു ശേഷം ഷാവ്യാവോ ഷാങ്ലിയോട് ചോദിച്ചു, ഷാങ്ലു, ഈ വലിയ സമുദ്രത്തിനപ്പുറം എന്താണുള്ളത്? ഈ സമുദ്രത്തിനപ്പുറം ഒന്നുമില്ല, കുറച്ച് ചെറിയ ദ്വീപുകളുണ്ട്, അത്രയേ ഉള്ളൂ എന്ന് ഷാങ്ലു മറുപടി പറഞ്ഞു. എനിക്ക് അവിടേക്കെല്ലാം പോവാൻ ആഗ്രഹമുണ്ട് എന്ന് ഷാവ്യാവ് പറഞ്ഞു. അതിന് നീ വേറെ ആരെങ്കിലും കണ്ടുപിടിക്ക്, എനിക്ക് വരാനൊന്നും കഴിയില്ല എന്ന് ഷാങ്ലു പറഞ്ഞു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഈങ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ അതിന്റെ സന്തോഷത്തിനിടയിൽ തുഷാൻജിങ്ങിന്റെ മുത്തശ്ശി മരിച്ചു. മുത്തശ്ശിയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ തുഷാൻ ഹാവിന്റെ ഭാര്യ ലാൻമേ തുഷാൻജിങ്ങിനടുത്തെത്തി. എനിക്ക് നിന്നോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട് എന്ന് പതുക്കെ അവൾ അവനോട് പറഞ്ഞു. ഇത് തുഷാൻ ഹാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് രാത്രി ലാൻമേ തുഷാൻജിങ്ങിനായി ഇടനാഴിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. തുഷാൻജിങ്ങിന് പിറന്ന കുഞ്ഞിനെ കുറിച്ച് എന്തോ പറയാനുണ്ട് അവൾക്ക്. പക്ഷേ തുഷാൻജിങ് എത്തുന്നതിനു മുമ്പ് അവിടെ തുഷാൻ ഹാവ് എത്തി. അവിടെ വെച്ച് തുഷാൻ ഹാവ് ലാൻമയെ കൊന്നുകളഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞു. ചെൻറോങ് മലയിലെ ദാമിങ് കൊട്ടാരത്തിന്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് കൊട്ടാരം സന്ദർശിക്കാൻ ഷിയാൻ രാജാവ് ചെൻറോങ് മലയിലെത്തി. ഷിഷാവ് എന്നൊരിടത്താണ് രാജാവ് തങ്ങുന്നത്. രാജാവിനെ വണങ്ങാനായി സമതല പ്രദേശങ്ങളിലെ എല്ലാ വലിയ നേതാക്കളും എത്തി. മുത്തശ്ശിനെ കാണാനായി സംശുവാന് പുറപ്പെട്ടു. പക്ഷേ അത് അപകടമാണെന്ന് സംശുവാനും അവനോടൊപ്പമുള്ള എല്ലാവർക്കും അറിയാം. സംശുവാനെ ഒതുക്കാനുള്ള ചെറിയച്ചന്മാരുടെ എല്ലാ പദ്ധതികളും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർ സംശുവാനെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് എല്ലാവരും ഭയക്കുന്നത്. ഷാവ്യാവു സംശുവാനോടൊപ്പം പോവുമെന്ന് പറഞ്ഞ് ഷാഠ്യം പിടിച്ചു നിൽക്കുകയാണ്. അവസാനം അവരൊരു തീരുമാനത്തിലെത്തി. കൊട്ടാരത്തിന് പുറത്ത് ജുന്നിയും ഷിയാനും യൂജിയാങ്ങും കാത്തു നിൽക്കും. ഷാവ്യാവു മുത്തശ്ശിനെ കാണാനായി സംശുവാനോടൊപ്പം പോവും. സംശുവാൻ രാജാവിനെ കാണാൻ പോകുന്ന വിവരം ഫങ്ലോങ്ങും തുഷാൻജിങ്ങും അറിഞ്ഞു. അവരും കൊട്ടാരത്തിലേക്ക് പോവാൻ തീരുമാനിച്ചു. അവർക്ക് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശനം ലഭിച്ചു. പക്ഷേ അപ്പോഴേക്കും ഷാവ്യാവയും സംശുവാനും രാജാവിന്റെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഫങ്ലോങ്ങും തുഷാൻജിങ്ങും രാജാവിന്റെ പുറത്തെ മുറിയിൽ കാത്തുനിന്നു. രാജാവിനെ കണ്ടതിനു ശേഷം ഷാവ്യാവയും സംശുവാനും ഒരു ഇടനാഴിയിലൂടെ പുറത്തേക്ക് വരികയാണ്. അവരോടൊപ്പം ജുന്നിയുമുണ്ട്. പെട്ടെന്ന് മുകളിൽ നിന്നും അവർക്ക് നേരെ തുടരെ അമ്പുകൾ വരാൻ തുടങ്ങി. അതുമാത്രമല്ല, മുഖം മൂടിയ ആയുധധാരികളായ കുറെ പേർ അവരെ വളഞ്ഞു. ഈ സമയത്ത് ഫങ്ലോങ്ങും തുഷാൻജിങ്ങും രാജാവിനെ മുഖം കാണിക്കാൻ പോയിരിക്കുകയാണ്. ഉടനെ ഷാവ്യാവു അവളുടെ അമ്പും വില്ലും പുറത്തെടുത്തു. എന്നിട്ട് വിഷം പുരട്ടിയ അമ്പുകൾ മുകളിലേക്ക് അയക്കാൻ തുടങ്ങി. മുകളിൽ നിന്നും അമ്പുകൾ അയക്കുന്നവർക്ക് നേതൃത്വം നൽകുന്നത് ഷാങ്ലിയു ആണ്. സംശുവാന്റെ ചെറിയച്ചന്മാർ സംശുവാനെ വധിക്കാനായി ഷാങ്ലിയുവിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ഷാവ്യാവയുടെ അമ്പുകളേറ്റ് ഷാങ്ലിയുവിനോടൊപ്പമുണ്ടായിരുന്ന എല്ലാവരും വീണു. അതിനിടയിൽ സംശുവാൻ അവരെ ചുറ്റും വളഞ്ഞിരിക്കുന്നവരെയെല്ലാം വീഴ്ത്തി. സംശുവാനും ഷാവ്യാവയും തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഷാങ്ലിയുവിന് സംശുവാന്റെ നേരെ ഉന്നം പിടിക്കാൻ പറ്റുന്നില്ല. ആ കൊട്ടാരത്തിന് പുറത്തും സംശുവാനെ വധിക്കാൻ ആളുകൾ നിൽക്കുന്നുണ്ടാവുമെന്ന് ഷാവ്യാവയ്ക്കും സംശുവാനും അറിയാം. അതുകൊണ്ട് സംശുവാൻ ഷാവ്യാവയുടെ അമ്പിനെ അവന്റെ ആത്മീയ ശക്തി കൊണ്ട് ബലപ്പെടുത്തി. ഷാവ്യാവോ ആ അമ്പ്
കൊട്ടാരത്തിന് പുറത്തേക്ക് അയച്ചു. ആത്മീയ ശക്തി കൊണ്ട് ബലപ്പെടുത്തിയ ആ അമ്പ് അവരെ വധിക്കാനായി കൊട്ടാരത്തിന് പുറത്ത് കാത്തുനിന്ന എല്ലാവരെയും വധിച്ചു. അടുത്ത ദിവസം രാജാവ് ഷിയാൻ മലയിൽ ഒരു ചടങ്ങ് നടത്താൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു. രാജാവ് മകൻ ദയാനോട് പറഞ്ഞു, ഇത് നിനക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്, അതുകൊണ്ട് അത് ഭംഗിയായി നടക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യണം. ഇത് കേട്ട് ദയാന് സന്തോഷമായി. രാജാവ് ഈ സമയത്ത് ഒരു ചടങ്ങ് നടത്തണമെങ്കിൽ അത് അടുത്ത കിരീടാവകാശിയെ പ്രഖ്യാപിക്കാനുള്ള ചടങ്ങാവാനേ സാധ്യതയുള്ളൂ. രാജാവാണെങ്കിൽ ആ ചടങ്ങ് ദയാന് പ്രധാനപ്പെട്ടതാണെന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ദയാനെ ആയിരിക്കും രാജാവ് അടുത്ത കിരീടാവകാശിയായി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് അവൻ കരുതി. അടുത്ത ദിവസം തന്നെ ദയാൻ ചടങ്ങുകൾ നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ദയാൻ സംശുവാനെ ആ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി. ഷാവ്യാവ് അത് കാണുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഷാവ്യാവെ കാണണമെന്ന് ഷിന്യെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഷിന്യയുടെ സേവക അവളോട് വന്ന് പറയുന്നത്. ഷാവ്യാവ് ഷിന്യയുടെ വീട്ടിലെത്തി. പക്ഷേ അവിടെ അവളെ കാത്തിരുന്നത് ഷിന്യ ആയിരുന്നില്ല, മറിച്ച് ഫങ്ലോങ് ആയിരുന്നു. ഷാവ്യാവ് വന്നപാടെ അവൻ അവളോട് നേരിട്ട് കാര്യം പറഞ്ഞു. ഷാവ്യാവോ, നമുക്ക് വിവാഹം കഴിച്ചാലോ? നിന്നെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് പണ്ടേ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നീയും തുഷാൻജിങ്ങും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്തു പറയാൻ, നിങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ വിധിയില്ലെന്ന് തോന്നുന്നു. ഞാൻ നിന്നോട് ഇക്കാര്യം പറയുന്നതിന് മുമ്പ് തുഷാൻജിങ്ങിനോട് സമ്മതം ചോദിച്ചിരുന്നു. അത് കേട്ട് ഷാവ്യാവ് ചോദിച്ചു, നീ എന്നെ വിവാഹം കഴിക്കാൻ ശരിക്കുമുള്ള കാരണം എന്താണ്? അവൻ ഉള്ള കാര്യം പറഞ്ഞു. ഇവിടുത്തെ 4 വലിയ കുടുംബങ്ങളിൽ ഏറ്റവും ശക്തമായ കുടുംബം ചിഷ്വേ കുടുംബമാണ്. എനിക്ക് സംശയന് സഹായിക്കണമെന്നുണ്ട്. പക്ഷേ അതിന് ഞാൻ കുടുംബത്തലവനാവണം. എന്നാൽ കുടുംബത്തിലെ മുതിർന്നവർ പറയുന്നത് കുറച്ച് കഴിയട്ടെ എന്നാണ്. നിന്നെ വിവാഹം കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് കുടുംബത്തിന്റെ തലവനാവാം. അത് കേട്ട് അവൾ ചോദിച്ചു, ഞാൻ ഹാവ്ലിങ്ങിന്റെ രാജകുമാരി ആയതുകൊണ്ട് മാത്രമാണോ നീ എന്നെ വിവാഹം കഴിക്കുന്നത്? അല്ല, എനിക്ക് നിന്റെ സത്യസന്ധമായ പെരുമാറ്റം ഇഷ്ടമാണ് എന്നവൻ പറഞ്ഞു. ഈ വിവാഹത്തിൽ എനിക്കൊരു നിബന്ധനയുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ എന്നെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ഞാൻ മാത്രമായിരിക്കും നിന്റെ ഭാര്യ. മറ്റൊരു സ്ത്രീയെയും നീ സ്വീകരിക്കരുത്. അത് സമ്മതമാണോ എന്നവൾ ചോദിച്ചു. സമ്മതമാണ്. ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ. മറ്റൊരാളെയും ഞാൻ സ്വീകരിക്കില്ല. അത് കേട്ട് എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞ് ഷാവ്യാവ് അവിടെ നിന്നും ഇറങ്ങി. കുറച്ചു കഴിഞ്ഞ് അവൾ സംശുവാന്റെ അടുത്തെത്തി. ഞാൻ ഫങ്ലോങ്ങിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് ഷാവ്യാവ് ചേട്ടനോട് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഫങ്ലോങ്ങും തുഷാൻജിങ്ങും മറ്റു കുടുംബത്തലവന്മാരോട് സംശുവാനെ പിന്തുണയ്ക്കാൻ അപേക്ഷിക്കുകയാണ്. ഷിയാനിലെ സംശുവാന്റെ ചെറിയച്ചന്മാർ ഷിയാനിലെ വലിയ കുടുംബങ്ങളെ മാത്രമേ സംരക്ഷിക്കൂ. അവരെപ്പോഴും ചെൻറോങ് മലയിലെ കുടുംബങ്ങൾക്ക് എതിരായിരുന്നു. എന്നാൽ സംശുവാൻ അങ്ങനെയല്ല. സംശുവാന് ചെൻറോങ് മലയിലെ കുടുംബങ്ങളുമായി നല്ല ബന്ധമാണുള്ളത് എന്ന് ഫങ്ലോങ് എല്ലാവരോടും പറഞ്ഞു. അത് തുഷാൻജിങ് പിന്തുണച്ചു. ഇത് കേട്ട് അവിടെ പങ്കെടുത്ത എല്ലാ കുടുംബത്തലവന്മാരും സംശുവാനെ പിന്തുണയ്ക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അവരെല്ലാവരും ചേർന്ന് ഷിയാൻ രാജാവിനെ ചെന്നു കണ്ടു. അവർ സംശുവാനോടുള്ള അവരുടെ പിന്തുണ അറിയിച്ചു. അടുത്ത കിരീടാവകാശിയെ പ്രഖ്യാപിക്കുമ്പോൾ ഇക്കാര്യം കൂടെ പരിഗണിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. ഇതെല്ലാം ഷിയാൻ ദയാൻ അറിഞ്ഞു. ഷിയാൻ ദയാൻ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത് ജുന്നി സംശുവാനെ വന്ന് അറിയിച്ചു. ആ ചടങ്ങിനിടയിൽ ദയാൻ സംശുവാനെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് സംശുവാന് മനസ്സിലായി. ചടങ്ങിന് പോകുന്നതിനു മുമ്പായി സംശുവാൻ ഷ്യാവ്യാവയുടെ അടുത്തെത്തി. കുറച്ചുനേരം അവളോടൊപ്പം ഇരുന്നു. ഷ്യാവ്യാവയ്ക്ക് കുടിക്കാനായി സംശുവാൻ അവൾക്ക് കുറച്ച് മദ്യം കൊടുത്തു. അത് കുടിച്ചതും ഷ്യാവ്യാവ് ഉറങ്ങിപ്പോയി. സംശുവാൻ ഷ്യാവ്യാവയെ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് പണ്ടവന് അമ്മ കൊടുത്ത പൂവ് അവളുടെ തലയിൽ ചൂടിച്ചു. ഈ പൂവ് കയ്യിലുണ്ടെങ്കിൽ സംശുവാന്റെ അമ്മയുടെ കുടുംബമായ റൂഷ്വേ കുടുംബത്തിന്റെ സംരക്ഷണം ലഭിക്കും. സംശുവാൻ എന്തെങ്കിലും പറ്റിയാൽ ഷ്യാവ്യാവയെ ആ കുടുംബം സംരക്ഷിക്കും. അങ്ങനെ സംശുവാൻ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തെത്തി. രാജാവ് എല്ലാവരോടുമായി പറഞ്ഞു, ഞാനിന്നൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടിയത്. നിങ്ങളെല്ലാം അറിഞ്ഞത് തെറ്റാണ്. ഞാനിന്ന് അടുത്ത കിരീടാവകാശിയെ പ്രഖ്യാപിക്കാനല്ല പോകുന്നത്, മറിച്ച് അടുത്ത രാജാവ് ആരാണെന്നാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. എനിക്ക് ഷിയാൻ രാജ്യത്തെ എല്ലാ മേഖലകളെയും ഒരുമിപ്പിക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ എനിക്കിപ്പോൾ വയസ്സായി. അതുകൊണ്ട് ഷിയാനിന് ഒരു പുതിയ രാജാവിന് ആവശ്യമുണ്ട്. എന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ കഴിയുന്ന ഒരു പുതിയ രാജാവ് എന്ന് പറഞ്ഞ് രാജാവ് സംശുവാനെ അടുത്തേക്ക് വിളിച്ചു. സംശുവാൻ രാജാവിന് മുന്നിൽ വണങ്ങി. രാജാവുടനെ സംശുവാൻ
സംശുവാന്റെ തലയിലുണ്ടായിരുന്ന ആഭരണം അഴിച്ചുമാറ്റി. എന്നിട്ട് അദ്ദേഹം സ്വന്തം തലയിലുണ്ടായിരുന്ന കിരീടമെടുത്ത് സംശുവാനെ അണിയിച്ചു. ഇന്നു മുതൽ സംശുവാനാണ് ഷിയാനിന്റെ രാജാവ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഷ്യാവ്യാവ് അവിടെ മറഞ്ഞിരിക്കുന്നുണ്ട്. അവൾ ഉറങ്ങിപ്പോയതായി അഭിനയിച്ചതാണ്. സംശുവാനെ രാജാവായി പ്രഖ്യാപിച്ചതിനു ശേഷം അവന്റെ മുത്തശ്ശൻ ആ കൊട്ടാരത്തിന്റെ പടികളിറങ്ങി. പെട്ടെന്ന് ഷ്യാവ്യാവ് മുത്തശ്ശന്റെ അടുത്തെത്തി. രാജാവ് നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യം അവിടെയെല്ലാം മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഷ്യാവ്യാവയ്ക്കതെല്ലാം കേട്ട് വളരെ സന്തോഷമായി. നീ എന്താ ഈ പട്ടാളക്കാരുടെ വേഷത്തിൽ എന്ന് മുത്തശ്ശൻ അവളോട് ചോദിച്ചു. മുത്തശ്ശൻ ദയാനെ കിരീടാവകാശിയായി പ്രഖ്യാപിച്ചാൽ അവനെ കൊന്നുകളയാനാണ് ഞാൻ ഈ വേഷത്തിൽ ഇവിടെ വന്ന് ഒളിച്ചു നിന്നത് എന്നവൾ പറഞ്ഞു. അത് കേട്ട് മുത്തശ്ശൻ ചിരിച്ചുപോയി. ഇനി എന്താ മുത്തശ്ശന്റെ പരിപാടി? തിരിച്ച് ഷിയാനിലേക്ക് പോവുകയാണോ? ഇല്ല, ഞാൻ ഇനി കുറച്ചു കാലം ചെൻറോങ് മലയിൽ തങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ താമസിച്ച് സംശുവാൻ ഷിയാനിന്റെ നല്ലൊരു രാജാവായി തീരുന്നത് എനിക്ക് കാണണം. അതും പറഞ്ഞ് ഷ്യാവ്യാവയും മുത്തശ്ശനും ആ പടികളിറങ്ങി. ലോസ്റ്റ് ഫോർ എവറിന്റെ സീസൺ 1 ഇവിടെ അവസാനിക്കുകയാണ്. സീസൺ 2 ഈ വർഷം തന്നെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാലുടനെ ഞാൻ ആ വീഡിയോസ് ചെയ്യാം. ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത സീരീസുമായി ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.